മേജർ അനൗൺസ്മെന്റ്. നമ്മള് ഈ MRC ഗ്യാങ് ഹൗസ്, ഓക്കെ, ഗ്യാങ് ഹൗസ് നമ്മൾ മൊത്തം ക്യാമറകളും ഇതുപോലെ ഫുൾ, അതായത് എല്ലാ റൂമിലും, ബാത്റൂമിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും 4 റൂമിലും, സെൻട്രൽ, അടുക്കള, വർക്ക് ഏരിയ, പുറത്ത്, അകത്ത്, സിറ്റ് ഔട്ട്, എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാമറ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ബിഗ് ബോസ് കാണാൻ പോയത്. ഇതൊരു ബിഗ് പ്രൊജക്റ്റ് ആണ്, ഇതൊരു വലിയ പ്രൊജക്റ്റ് ആണ്. അങ്ങനെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഇതൊരു ബിഗ് പ്രൊജക്റ്റ് ആണ്. വലിയ ഇത് പ്ലാനിങ്സ് വേണം, വലിയ ഇത് വേണം, ഇൻവെസ്റ്റ്മെന്റ്സ് വേണം. പിന്നെ സ്പോൺസേഴ്സിനെല്ലാം ഞാൻ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ബിഗ് ഹൗസ് സീസൺ 8 അങ്ങനെയല്ല, ബിഗ് ബോസ് കോപ്പി അടിക്കുന്ന പോലെ ആയിരിക്കൂല. ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ പോലെ ഞാൻ കാരണം ഇന്നലെ മമ്മൂന്റെ ഈ സംഭവം, ഈ കരച്ചിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത്. ഇത് മുന്നേ ഞാൻ ചിന്തിക്കുന്ന, പക്ഷെ മമ്മൂന്റെ ഈ സംഭവം കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിക്കുന്നത്, അത്രയും ആൾക്കാർ വന്നിട്ട് താഴെ സീരിയല്, സ്ക്രിപ്റ്റ്, ബിഗ് ബോസ് എന്നുള്ള അങ്ങനത്തെ ടൈപ്പിൽ കമന്റ്സ് കണ്ടപ്പം അപ്പൊ എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഈ വീട്ടിൽ ഡെയിലി നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണാത്ത പലതും ഉണ്ട്. ഇവിടെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവലുണ്ട്, പല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പല ആൾക്കാരും ഇവിടെ പുറത്തുനിന്ന് നമ്മളെ കാണാൻ വരുന്നുണ്ട്. ഡെയിലി എത്ര ആൾക്കാർ ഇവിടെ വരലെന്നുണ്ടായോ? അത് മൊത്തത്തിൽ അടിപൊളിയായിരിക്കും, ഭയങ്കര എന്റർടൈനിങ് സംഭവമായിരിക്കും അത്. ഓക്കെ, അടുക്കളയിൽ